മിക്കി ലില്ലിക്കുട്ടിയുടെ അടുത്ത് അഭ്യാസങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാവം ലില്ലി, അവളിതെല്ലാം കണ്ടങ്ങനെ കിടക്കുകയാണ്. ഇവളവ ഓരോ പ്രകടനങ്ങളും. ഇവളെന്തൊക്കെ കാണിച്ചിട്ടും ലില്ലിക്കുട്ടി അനങ്ങണില്ല. ലില്ലിക്കുട്ടി ഇനിയിപ്പോൾ ഒരു അനക്കമുണ്ട്. അപ്പോഴാണ് മിക്കി ഓടണത് കാണാം. എല്ലാം കണ്ട് ക്ഷമയോടെ കിടക്കുകയാണ് ലില്ലി. ലില്ലിക്കുട്ടി പതുക്കെ എണീറ്റ് ചെറുതായിട്ടൊന്നൊക്കെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. അടുത്തിന്നെയാണ് ബഹളം. വേലത്തരങ്ങളൊക്കെ കാണിക്കണമെങ്കിലും ലില്ലി അങ്ങനെ അവളെ ഉപദ്രവിക്കാനുള്ള ഒരിതില്ല. ഉപദ്രവിക്കുന്നത് കളിക്കുന്നത്. നീ പോടി എന്നുള്ള ഭാവത്തിൽ ലില്ലി പിന്നെ ലില്ലി മിക്കി കുഞ്ഞല്ലേ എന്നുള്ളൊരു വിധത്തിലാണ് ലില്ലി അവളെന്തൊക്കെ കാണിച്ചാലും മിണ്ടാതെ കിടക്കുന്നത്. പിന്നെ ചില സമയം അവളെ ക്ഷമ കെടും. അപ്പോൾ അങ്ങോട്ട് അവളും എണീറ്റില്ലെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും അവളെ എണീപ്പിക്കും. മിക്കിയുടെ പരിപാടി അതാണ്. അവളെപ്പോഴും അങ്ങോട്ട് പോയി ചൊറിയാൻ പോകും. പാവം ലില്ലിക്ക് സ്വസ്ഥത എന്ന് പറയണതില്ല ഈ കള്ളിപ്പെണ്ണ് കാരണം. അല്ലടി മിക്കി, ഈ മിക്കി കാരണം അവൾക്ക് സ്വസ്ഥതയേ ഇല്ല. അടുത്തതാ ഒളിച്ച് കളി തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ എപ്പോഴും ഉള്ളൊരു സംഭവമാണേ. എന്തിൻ്റെയെങ്കിലും ഇടയിൽ കയറി ഇരുന്നിട്ട് ഇതേപോലെ രണ്ടുപേരും കൂടെ ഒളിച്ച് കളിക്കും. മിക്കി ഉണർന്നിരിക്കുന്ന സമയം, അവൾ ഉറങ്ങുന്ന സമയം മാത്രമാണ് അവൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഒരു ഇതില്ലാതിരിക്കണം. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ അഥവാ ലില്ലി എവിടെയെങ്കിലും ഒളിച്ച് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവൾ തനിയെങ്കിലും കളിക്കും. ചാട്ടവും ബഹളവും ഒന്നുകിൽ എന്നെയെങ്കിലും വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കണ്ടില്ലേ? പിന്നെ ലില്ലിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ വാലൊക്കെ ഇങ്ങനെ ആട്ടി അവളെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വാലിങ്ങനെ ആട്ടി അവളതങ്ങനെ ഇരുന്ന് കൊടുക്കും. അതൊക്കെ അവൾക്കൊരു സന്തോഷമാണെന്ന് തോന്നുന്നു. ലില്ലിക്കുട്ടിയെ കുഞ്ഞിലേ ഞങ്ങൾക്ക് കിട്ടിയതല്ല കേട്ടോ. അവൾക്കൊരു 2-3 വയസ്സായതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയതാണ് അവളെ. അപ്പോൾ അവൾ പ്രസവിച്ചിട്ടുണ്ടെന്ന് തോന്നണം. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ അവളെ അങ്ങനെ മാറ്റി ചെയ്യിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ചിലപ്പോൾ അവളെ കുഞ്ഞിൻ്റെ ആ ഒരു ഇതിലായിരിക്കും അവളെടുത്ത് ഇത്രയും ഒരു സ്നേഹം. അവളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് മിക്കിയുടെ അടുത്ത്. ഒരു ശകലം സമയം പോലും അവളെ കാണാതിരിക്കില്ല ലില്ലിക്കുട്ടി. കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് നടക്കും. ഞാനഥവാ അവളെ മിക്കിയെ ചിലപ്പോൾ കാണൂല. അവൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇന്ന് കിടന്നുറങ്ങണ സ്ഥലത്തല്ല അവൾ നാളെ കിടക്കുന്നത്. എവിടെയെങ്കിലും ഇങ്ങനെ മാറി എവിടെയെങ്കിലും ചിലപ്പോൾ ഷോക്കേസിനകത്ത്. ഒരു ദിവസം ഷോക്കേസിനകത്ത് കിടന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ അത്രയും അന്വേഷിച്ച് നടന്ന് 1 മണിക്കൂർ നോക്കാൻ ഒരു സ്ഥലമില്ല. പക്ഷേ അതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ ലില്ലി കൂടെ വന്നു എല്ലായിടവും നോക്കി നടക്കാൻ. അവസാനം ഞാൻ വിചാരിച്ചു, അയ്യോ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ, വല്ലയിടവും വേറെ വല്ല പൂച്ചയായിട്ട് വന്ന് കടിച്ചോ എന്താണെന്നൊന്നും അറിഞ്ഞിടാതെ ആകെ ഞാൻ ഇങ്ങനെ വിഷമിച്ച്
ഇങ്ങനെ ഇരുന്നപ്പം വന്ന് എന്തിനോ ഇങ്ങനെ ഷോക്കേസിലോട്ട് നോക്കിയപ്പം സുഖമായിട്ട് ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നു ഷോക്കേസിനകത്ത്. ഇങ്ങനെ ഇരിക്കുമ്പം എന്ത് പാവം പോലെ ഇരിക്കുന്നു. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ചട്ടമ്പി. ജിപ്സിയെ കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷനാണേ. ജിപ്സിയെ കണ്ടപ്പോൾ കണ്ട പാലെല്ലാം ഇങ്ങനെ പിടിച്ച് ഭയങ്കര പേടിയാണ് ജിപ്സിയെ. ഒരു ബോൾ കിട്ടിയതിനെയും കൊണ്ട് ബോളൊന്നും അവൾക്ക് വേണമെന്നില്ല. അവൾക്ക് കളിക്കാൻ ഒന്നും വേണ്ട. അവൾ തനിയെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൾ തനിയെങ്കിലും ചാടി മറിഞ്ഞ് കളിച്ചോളും. വലിയ അമുക്കിയിട്ട് കടിയൊക്കെ കൊടുത്ത്. പക്ഷെ കടിയല്ല, അത് കളിച്ചതാണെന്ന് തോന്നുന്നു. കടി കിട്ടിയെങ്കിൽ അവൾ കരഞ്ഞ് വിളിച്ചേനെ. കടി വേദനിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്കി അങ്ങ് സറണ്ടർ ആവും. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് 4 കാലും പറിച്ചിട്ട് ഒരു കിടപ്പുണ്ട്. കാണുമ്പോൾ ചിരി വരും നമുക്ക്. അങ്ങനത്തെ മിക്കിയാണവൾ. ഇഷ്ടംപോലെ അവരുടെ വികൃതികൾ ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇനിയുണ്ട് കുറേ. അതിനി അടുത്ത വീഡിയോയിൽ ഇടാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവരുടെ കൂടുതൽ കളികളും ഇവരുടെ വിശേഷങ്ങളും ഒക്കെയുള്ള വീഡിയോകൾ ഞാൻ വീണ്ടും ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.